ഹായ്, ഇന്ന് നമുക്ക് പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് പാലക്കാടൊക്കെ ഉണ്ടാക്കുന്ന ഒരു തരം കൊഴുക്കട്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മട്ട അരിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള മട്ട അരിയാണ്. ഇത് നമുക്കിനി നന്നായി കഴുകിയെടുക്കണം. ചിലതിൽ കളറടിച്ച മട്ടയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായി കൈവച്ച് നന്നായി തിരുമ്മിയെടുത്ത് നന്നായി കഴുകിയിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കണം. അപ്പോൾ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ കഴുകിയെടുത്ത മട്ട അരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ടത് എത്ര വെള്ളം വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാം. അതായത് ഈ അരി അരഞ്ഞ് കിട്ടാനുള്ള വെള്ളം ചേർക്കാം. അതായത് നമുക്ക് ഇത്ര അളവ് എന്നുള്ള ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതിനാവശ്യം വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഇതേപോലെ ഇത്തിരി കട്ടിയിൽ അരച്ചെടുത്താലും മതി. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു ചോപ്പറാണ് ഉപയോഗിക്കുന്നത്. ആ ചോപ്പറിലോട്ട് ഞാനൊരു 10-12ഓളം ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വേപ്പില, പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. പിന്നെ നമ്മളെ വറ്റൽമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ്, അതും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. ആ പാനിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഉഴുന്ന് പൊട്ടിക്കാം. ഉഴുന്ന് നല്ല പൊട്ടി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുകും പൊട്ടി വരുമ്പോൾ നമ്മളുടെ ഈ നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും വേപ്പിലയും പച്ചമുളകും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായി വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം നമ്മളുടെ ഈ കൊഴുക്കട്ടയ്ക്ക് വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളുടെ ഉള്ളിക്ക് ഇവിടെ നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അരിയുടെ പേസ്റ്റ്, മട്ട അരി അരച്ച പേസ്റ്റ്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തരി പോലെ കിടന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളമൊക്കെ വറ്റി ഒരു കട്ട പരുവത്തിലായി കിട്ടണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുവരെ നന്നായി ഇളക്കണം. അപ്പോൾ ഇത്തിരി നമ്മൾ ഇങ്ങനെ അത്ര ഫൈൻ പേസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഇത്തിരി മുറുക്കുണ്ടാവും നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ. അതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ഇത് വഴട്ടണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോകുള്ളൂ. ഇത് നമുക്ക് ഈ കൊഴുക്കട്ട നമുക്ക് ഡിന്നറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ് ഇത്. അതായത് ഇത് നമുക്ക് 4 മണിത്തെ സ്നാക്സ് ഉള്ളതിലുപരി ഡിന്നറൊക്കെ ആയിട്ടാണ് പാലക്കാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സാമ്പാറോ അല്ലെങ്കിൽ ചട്ടിനിയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കറികൾ, നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചിക്കൻ, അങ്ങനെയൊക്കെ എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഇതിപ്പോൾ അധികം പാടൊന്നുമില്ല. നമുക്ക് കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അരി, എന്നാലാണ് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ തലേ ദിവസം ഒന്ന് വെള്ളത്തിലിടണം, അത്രേ പണിയുള്ളൂ. അപ്പോൾ നമ്മളുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം തേങ്ങ ഇട്ട് കൊടുക്കണം.
ഇട്ടിട്ട് ഒന്ന് എല്ലായിടത്തും തേങ്ങ വരത്തക്ക വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിയിട്ട് നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്ക് ഉണ്ട പിടിക്കുന്ന പോലെ ചെറിയതായിട്ട് ഉണ്ട ഇങ്ങനെ പിടിച്ച് എല്ലാം അങ്ങനെ പിടിച്ച് നമുക്കിതിനെ ആവി കയറ്റിയെടുക്കണം. ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടാക്കുകയാണ് നല്ലത്. കണ്ടോ, ഈ വലുപ്പം മതി നമ്മളെല്ലാ ബോളും. വലിയ വലിയ വലുപ്പമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് വരും. ചെറിയ ചെറിയ ബോളുകൾ മതി. ഇനി നമുക്ക് ഇതൊരു ഇഡലി ചെമ്പിൽ ആവി കയറ്റിയെടുക്കാം. ഒരു 15 മിനിറ്റോളം ആവി കയറ്റിയാൽ മതി. നമ്മൾ ഓൾറെഡി വേവിച്ചതാണ് നമ്മളുടെ ഈ മിക്സ്. പിന്നെ ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ. ഇത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണിത്. കണ്ടോ, അതൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോഴും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഉൾവശം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you.